കുത്തിയൊലിച്ചിറങ്ങിയ മലവെള്ളം കൊണ്ടുപോയത് അവരുടെ പ്രിയപ്പെട്ട ജീവനുകളെ മാത്രമല്ല, ജീവിതവും കൂടിയാണ്. ഒരു മനുഷ്യായുസ്സുകൊണ്ട് കെട്ടിപ്പടുത്തതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമാകുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന ജനത. മേൽവിലാസം പോലും നഷ്ടമായ അവർക്ക് വീണ്ടും പുത്തൻ പ്രതീക്ഷകളാണ് താക്കോലുകളായി കൈകളിലേക്ക് എത്താൻ പോകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാം കൈവിട്ടുപോയ ദുരന്തബാധിതർക്കുള്ള ആദ്യഘട്ട വീടുകളുടെ നറുക്കെടുപ്പ് നടന്നു. 178 കുടുംബങ്ങൾക്കുള്ള വീടുകളാണ് ഒന്നാം ഘട്ടത്തിൽ സർക്കാർ കൈമാറുന്നത്. നറുക്കെടുക്കുമ്പോൾ ഇടറുന്ന കൈകളും നിറയുന്ന കണ്ണുകളും മനസ്സിൻ്റെ വിങ്ങലിനപ്പുറത്ത് ആശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കൽപ്പറ്റയിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വീടുകൾ തകർന്നവർക്കായി 7 സെന്റ് ഭൂമിയിൽ 1000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ഒറ്റനില വീടുകളാണ് സർക്കാർ നിർമ്മിക്കുന്നത്. ഒരു ജനതയ്ക്ക് അവരുടെ പ്രത്യാശയുടെ പുത്തൻ നാമ്പ് മുളയ്ക്കുമ്പോൾ അത് നാടിൻ്റെ അതിജീവനത്തിൻ്റെ മഹത്തായ പ്രഖ്യാപനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.